കേരളത്തിലെ ബി.ജെ.പിയുടെ ഗതിയെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം. 2014-ലെ 11% നിന്ന് 2024-ൽ 20%-ലേക്കുള്ള വളർച്ചയെക്കുറിച്ചുള്ള പരാമർശവും 2026-ൽ സർക്കാർ രൂപീകരിക്കുക എന്ന ലക്ഷ്യവും സംസ്ഥാനത്ത് പാർട്ടിയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പദവിയുടെ വ്യക്തമായ അടയാളമായി മാറുന്നു. നിഷ്പക്ഷമായ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഈ പ്രസ്താവന തെളിയിക്കപ്പെട്ട ഒരു പ്രവണതയെ അംഗീകരിക്കുന്നു. കേരളത്തിലെ പരമ്പരാഗതമായ ദ്വിധ്രുവ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മൂന്നാം ധ്രുവം ഉറപ്പിക്കുന്നതിൽ ബി.ജെ.പി. വിജയിച്ചിരിക്കുന്നു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഏകദേശം 20% വർദ്ധിച്ചത് പാർട്ടി പാർശ്വവൽക്കരിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാറി ചെറിയ പ്രാദേശിക കൂട്ടായ്മകളിൽ കാണാറുള്ള ചാഞ്ചാടുന്ന പിന്തുണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സുസ്ഥിരമായ വോട്ടടിത്തറ സ്ഥാപിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു. ഈ വളർച്ചയുടെ ഏറ്റവും വ്യക്തമായ തെളിവ് തൃശൂർ മണ്ഡലത്തിലെ പാർട്ടിയുടെ ചരിത്ര വിജയമാണ്. സ്ഥാനാർത്ഥി നിർണയം പ്രാദേശിക വികാരങ്ങളുമായി ഒത്തുപോകുമ്പോൾ വോട്ട് വിഹിതത്തെ നിയമസഭാ പാർലമെന്ററി വിജയമാക്കി മാറ്റാൻ ബി.ജെ.പിക്ക് കഴിയുമെന്ന് ഈ വിജയം പ്രായോഗികമായി തെളിയിക്കുന്നു. ഒരു പാർലമെന്റ് സീറ്റ് നേടിയതിലൂടെ പാർട്ടിയുടെ പിന്തുണ വെറും ആശയപരമോ പ്രതീകാത്മകമോ മാത്രമല്ലെന്നും മറിച്ച് ശക്തമായ ത്രികോണ മത്സരങ്ങളിൽ വിജയിക്കാൻ പ്രാപ്തമാണെന്നും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ വികാസം സ്വാധീനശക്തിയെന്ന നിലയിൽ നിന്ന് നേരിട്ടുള്ള പ്രാതിനിധ്യം എന്ന നിലയിലേക്ക് പാർട്ടി ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന അമിത്ഷായുടെ അവകാശവാദത്തിന് വിശ്വാസ്യത നൽകുന്നു. എന്നിരുന്നാലും 20% വോട്ട് വിഹിതത്തിൽ നിന്ന് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ പരിധിയിലേക്ക് കേരളത്തിലെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സമ്പ്രദായത്തിൽ സാധാരണയായി 40%-ഓളം എത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായി തുടരുന്നു. രാഷ്ട്രീയമായി പറഞ്ഞാൽ ഒരു തിരഞ്ഞെടുപ്പ് കാലയളവിൽ വോട്ട് വിഹിതം ഇരട്ടിയാക്കുക എന്നത് വലിയൊരു ലക്ഷ്യമാണ്. ഇതിന് നിലവിലുള്ള രാഷ്ട്രീയ ക്രമത്തിൽ ഗണ്യമായ തകർച്ച ആവശ്യമാണ്. അമിത്ഷായുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ക്രമമാനുഗതമായ വളർച്ചയേക്കാൾ ഉപരിയായി ദ്രുതഗതിയിലുള്ള മുന്നേറ്റത്തെ ആശ്രയിക്കുന്ന ഒരു തന്ത്രമാണ്. എൽ.ഡി.എഫ്, യു.ഡി.എഫ് മുന്നണികൾ മാറി മാറി വരുന്ന രീതിയിലുള്ള വോട്ടർമാരുടെ മടുപ്പിനെ മുതലെടുത്ത് നിലവിലുള്ള ദ്വിമുഖ രാഷ്ട്രീയത്തിന് പ്രധാന ബദലായി സ്വയം പ്രതിഷ്ഠിക്കാനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. തന്ത്രപരമായ വികാസമാണ് ഈ ലക്ഷ്യത്തിന്റെ കേന്ദ്രബിന്ദു. മിഷൻ 2026 എന്ന ആഖ്യാനം സൂചിപ്പിക്കുന്നത് പാർട്ടിയുടെ നിലവിലെ കാതലായ വോട്ട് ബാങ്ക് ശക്തമാണെങ്കിലും ഒരു ഭൂരിപക്ഷത്തിന് അത് പര്യാപ്തമല്ലെന്ന് ബി.ജെ.പിക്ക് അറിയാം എന്നാണ്. തൽഫലമായി 20%-നും 40%-നും ഇടയിലുള്ള ദൂരം കുറയ്ക്കുന്നതിനായി ന്യൂനപക്ഷ വിഭാഗങ്ങൾ, നിഷ്പക്ഷരായ സ്വതന്ത്ര വോട്ടർമാർ എന്നിവരിലേക്ക് പാർട്ടി തങ്ങളുടെ പ്രവർത്തനം തീവ്രമാക്കാൻ സാധ്യതയുണ്ട്. 2026-ലേക്കുള്ള ശ്രദ്ധ ഒരു സംഘടനാപരമായ അനിവാര്യത കൂടിയാണ്. പെട്ടെന്നുള്ള ഒരു ലക്ഷ്യം നിശ്ചയിക്കുന്നതിലൂടെ ലോക്സഭാ ഫലം സൃഷ്ടിച്ച ഉണർവ് നിലനിർത്താനും പ്രവർത്തകർ ഒരു സ്ഥിരം പ്രതിപക്ഷം എന്ന മാനസികാവസ്ഥയിലേക്ക് വീഴുന്നത് തടയാനും നേതൃത്വം ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ കേരളത്തിന്റെ മാറുന്ന രാഷ്ട്രീയ ഭൂപടത്തിന്റെ യാഥാർത്ഥ്യമാണ് അമിത്ഷായുടെ പ്രസ്താവന പ്രതിഫലിപ്പിക്കുന്നത്. 2026 സർക്കാർ രൂപീകരിക്കുക എന്നത് വോട്ടർമാരുടെ കൂറുമാറ്റത്തിൽ വലിയൊരു മാറ്റമാവശ്യമായ കടുത്ത ലക്ഷ്യമാണെങ്കിലും ബി.ജെ.പി. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു കേന്ദ്ര ഘടകമായി മാറിയെന്ന് കണക്കുകൾ സ്ഥിരീകരിക്കുന്നു. പാർട്ടി ഭൂരിപക്ഷം നേടിയാലും ഇല്ലെങ്കിലും നിലവിലെ 20% വോട്ട് വിഹിതം 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം നിർണയിക്കുന്നതിലും എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും തന്ത്രങ്ങളെയും ഭാഗധേയങ്ങളെയും സ്വാധീനിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുമെന്ന് ഉറപ്പാണ്.